വിശുദ്ധ കുർബാനയിലെ പങ്കാളിത്തം ഓർമ്മിപ്പിക്കാൻ അൾട്രാ മാരത്തൺ നടത്തുന്ന കായിക താരം ശ്രദ്ധേയനാകുന്നു. അമേരിക്കയിലെ നോർത്ത് കരോലിനയിലെ വ്യവസായി കൂടിയായ ജിമ്മി കോൾമാനാണ് തൻ്റെ മാരത്തൺ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനുള്ള മാർഗമാക്കി മാറ്റിയിരിക്കുന്നത്. അഡോറേഷൻ അൾട്രാ എന്ന പ്രോഗ്രാമിലൂടെ വിശുദ്ധ കുർബാനയുടെ മഹത്വം ആളുകളിൽ എത്തിക്കാനാണ് ഈ കത്തോലിക്ക അത്ലറ്റ് ശ്രമിക്കുന്നത്. സാധാരണ മാരത്തണിനേക്കാൾ കൂടുതൽ ദൂരമുള്ള ഏകദേശം 80 കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ് അൾട്രാ മാരത്തൺ. നോർത്ത് കരോലിനയിലെ ഷാർലറ്റിനടുത്തുള്ള 5 ഇടവകകളുടെ പരിധിയിലൂടെയാണ് മാരത്തൺ നടത്തുന്നത്. ആദ്യ ഇടവകയിൽ വിശുദ്ധ കുർബാനയോടെ മാരത്തൺ ആരംഭിക്കും. തുടർന്ന് അരമണിക്കൂർ ദിവ്യകാരുണ്യ ആരാധനയിൽ ചെലവഴിക്കുന്നു. പിന്നീട് അടുത്ത ഇടവകയിലേക്ക് ഓട്ടം തുടങ്ങും. അവിടെയും അരമണിക്കൂർ ദിവ്യകാരുണ്യ ആരാധന നടത്തും. അത്തരത്തിൽ അൾട്രാ മാരത്തൺ പൂർത്തിയാക്കുന്നതാണ് പദ്ധതി. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുവിൻ എന്ന ഈശോയുടെ അന്ത്യ അത്താഴത്തിലെ വാക്കുകൾ രേഖപ്പെടുത്തിയ 36 ഇഞ്ച് വലുപ്പമുള്ള പതാകയും വഹിച്ചുകൊണ്ടാണ് കോൾമാൻ്റെ യാത്ര. വിശുദ്ധ കുർബാനയോടുള്ള ജനങ്ങളുടെ ഭക്തി വീണ്ടെടുക്കാൻ അമേരിക്കൻ ബിഷപ്സ് കോൺഫറൻസ് തുടക്കമിട്ട 3 വർഷം നീണ്ടു നിൽക്കുന്ന നാഷണൽ യൂക്രൈസ്റ്റിക് റിവൈവലിനോടനുബന്ധിച്ചാണ് അൾട്രാ മാരത്തൺ നടക്കുന്നത്. കത്തോലിക്ക കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും കോളേജ് പഠനകാലത്ത് ദേവാലയവുമായി അകന്ന കോൾമാൻ പിന്നീട് വിവാഹിതനായി ഒരു കുഞ്ഞ് ജനിച്ചതോടെയാണ് സജീവമായ വിശ്വാസത്തിലേക്ക് വന്നത്. കത്തോലിക്ക സഭയിലേക്കുള്ള തൻ്റെ തിരിച്ചുവരവിൻ്റെ കാരണം വിശുദ്ധ കുർബാനയാണെന്ന് വെളിപ്പെടുത്തിയ കോൾമാൻ കൂടുതൽ ആളുകളെ വിശുദ്ധ കുർബാനയിലേക്ക് അടുപ്പിക്കാനും രാജ്യത്തുടനീളമുള്ള കത്തോലിക്ക കായിക താരങ്ങളെ ഈ ഒരു ലക്ഷ്യത്തിനു വേണ്ടി ഒന്നിച്ചുകൂട്ടാനും അൾട്രാ മാരത്തൺ സഹായകമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വെളിപ്പെടുത്തി.